കുഞ്ഞാക്ക, എന്താ നിങ്ങള് എഴുതുന്നത്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. റെജിലയുടെ വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഈ ഡയറി എഴുതുന്നതും നോക്കി വാതിൽക്കൽ ചാരി നിൽക്കുകയാണവൾ. ഏയ്, ഒന്നുമില്ല മോളെ. ഞാൻ ഡയറി അടച്ച് അവിടെ നിന്നും എണീക്കാൻ നേരം അവൾ എന്റെ കയ്യിൽ നിന്ന് ഡയറി തട്ടിയെടുത്തു. ശേഷം ഓരോ വരികളും ഒറ്റക്കണ്ണുള്ള അവൾ പ്രയാസപ്പെട്ട് വായിക്കാൻ തുടങ്ങിയ നേരം ഞാൻ അവളുടെ കയ്യിൽ നിന്നും അത് വേടിച്ചുകൊട്ട് പറഞ്ഞു, ഞാൻ വായിച്ചു തരാം കുഞ്ഞാക്കാന്റെ കുട്ടിക്ക്. ഞാൻ പതുക്കെ കസാരയിലേക്ക് ചാരിയിരുന്ന് വായിക്കാൻ തുടങ്ങുന്ന നേരം അവൾ കേൾക്കാൻ തയ്യാറായി എന്റെ അടുത്ത് വന്നിരുന്നു. ഓടിക്കിതച്ചാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് എത്തിയത്. കറണ്ട് ബില്ലടക്കാനായി ടൗണിലേക്ക് പുറപ്പെട്ടിറങ്ങിയതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സുലൈമാൻക ഫോൺ വിളിച്ചത്. മൂപ്പരുടെ പരിചയത്തിലുള്ള ഏതോ കൂട്ടരുമായി നമ്മുടെ റെജില മോളെ പെണ്ണ് കാണാൻ വരുന്നെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ വീട്ടിലേക്ക് തിരികെ ഓടി. മോളെ, റെജില. എന്താ കുഞ്ഞാക്ക? കുഞ്ഞാക്കാന്റെ മോൾ എന്തെടുക്കുക? ഓളിവിടെ കുത്തിയിരിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ ഇങ്ങക്ക് വേണ്ടേ എന്നും ചോദിച്ച് മുറ്റമടിച്ചു കൊണ്ടിരുന്ന എന്റെ ഭാര്യ എന്റെ വിളി കേട്ടിട്ടാവണം അടുത്തേക്ക് വന്നു. ഭാര്യയുടെ മറുപടിയും കേട്ടപ്പോ തെല്ലി ദേഷ്യം തോന്നിയെങ്കിലും ഉള്ള മൂട് കളയണ്ട എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. എന്താ കുഞ്ഞാക്ക എന്ന് ചോദിച്ച് അപ്പോഴേക്കും റെജില അവിടെ എത്തി. ഒന്നുമില്ല മോളെ, കാക്കാന്റെ കുട്ടി പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറി ഒന്ന് റെഡിയായി നിൽക്ക്. നിന്നെ കാണാൻ സുലൈമാൻക ഒരു കൂട്ടരുമായി വരുന്നുണ്ട്. ഓ, എന്നിട്ടിപ്പോ എന്തിനാ? വന്നിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് വെള്ളം കുടിച്ച് പോവാനല്ലേ? ഭാര്യയുടെ തർക്കുത്തരം കേട്ടിട്ട് സങ്കടം വന്നിട്ടാവണം റെജില മോൾ വേഗം അകത്തേക്ക് പോയി. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഭാര്യയോട് ചോദിച്ചു, എടി, നീയൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ തരേണ്ടത്? നിങ്ങൾക്കൊന്നും തരണ്ട. ഉള്ളത് മുഴുവൻ പെങ്ങൾക്ക് വാരിക്കൂരി കൊടുക്കുന്നുണ്ടല്ലോ, അത് മതി. ആരാ? അക്കരപ്പുറത്തുള്ള സുലൈമാനാണോ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ച് അപ്പോഴേക്കും ഉമ്മയും അവിടെ എത്തി. അതേ ഉമ്മ. ഭാര്യ ചൂലും പിടിച്ചകത്തേക്ക് കയറിപ്പോയി. ഇതെങ്കിലും എന്റെ കുട്ടിക്കൊന്ന് ശരിയായാൽ മതിയായിരുന്നു. എത്ര ആളുകളുടെ മുന്നിലാ ഒരു കാഴ്ച വസ്തുവിനെ പോലെ ചെന്ന് നിൽക്കുന്നു. ഉമ്മ വേവലാതി പറയാൻ തുടങ്ങി. ശരിയാ, എത്ര ആളുകൾ വന്നു കണ്ടു. എന്നിട്ടോ വിവരം തരാം എന്ന് പറഞ്ഞു ഒരു പോക്ക് പോകും. പിന്നെ ഒരു വിവരം ഉണ്ടാവാറില്ല. പണവും പൊന്നും എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവളേക്കാൾ കുറവുകൾ ഉള്ളവർ പോലും പിന്മാറി. എല്ലാം ശരിയാവും ഉമ്മ. പടച്ചോൻ നമ്മളെ കണ്ടില്ലെന്ന് അടിക്കോ. സുഹറ, നീ അവർക്ക് കുടിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക്. അവരിപ്പോ ഇങ്ങെത്തും. ഞാൻ അകത്തേക്ക് നോക്കി പറഞ്ഞു. ആ, ഇതാ ഉണ്ടാക്കി വെക്കുന്നു. ഒന്ന് സബൂറാക്കി. അവരിങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോഴേക്കും തുടങ്ങി കിടന്ന് ഒച്ചയും വിളിയും കൂട്ടാൻ. ഭാര്യ പിറുപിറുക്കാൻ തുടങ്ങി. ദേഷ്യം സഹിക്കാൻ വയ്യാതെ പല്ല് കടിച്ച് ഞാൻ അകത്തേക്ക് പാഞ്ഞു ചെല്ലാൻ തുടങ്ങിയതും ഉമ്മ എന്നെ തടഞ്ഞു. വേണ്ട മോനെ, ഞാൻ അവളെ 10 മാസം വയറ്റിൽ ചുമന്നിട്ടില്ലെങ്കിലും എന്റെ മോളെ അത്, നിന്റെ ഭാര്യയും. നീ തിരിച്ചൊന്നും മിണ്ടണ്ട. ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്ന ഞാൻ ഉമ്മാന്റെ വാക്കിൽ സമനില വീണ്ടെടുത്തു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടു. എന്താ അത്? ഉമ്മയും ഞാനും അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അവിടെ 4-5 ഗ്ലാസുകൾ നിലത്ത് വീണു പൊട്ടിക്കിടക്കുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന തുടുത്ത മുഖവുമായി എന്റെ ഭാര്യയും സങ്കടപ്പെട്ടുകൊണ്ട് അത് തപ്പിത്തടഞ്ഞ് പൊറുക്കിയെടുക്കാൻ റെജില മോളും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചെന്ന് അവളെ അവിടെ നിന്നും മെണിപ്പിക്കുന്നതിനിടയിൽ ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയേ? നിങ്ങളുടെ ഈ കണ്ണുപൊട്ടത്തിയെ കൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഞാൻ കുടുങ്ങിയത്. ഓളെ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച വെള്ളമാ, അല്ലാതെ എനിക്ക് കുടിക്കാനൊന്നുമല്ലല്ലോ. അത് ഉണ്ടാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോഴേക്കും തപ്പിത്തടഞ്ഞു വന്ന് അതൊക്കെ തട്ടിമറിച്ചു. നാശം പിടിക്കാൻ. കണ്ണ് കാണാൻ വയ്യെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയി കുത്തിയിരുന്നാൽ പോരെ? ഭാര്യ പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ കണ്ടില്ല കുഞ്ഞാക്ക എന്ന് എന്റെ റെജില മോൾ എന്റെ നേർക്ക് തിരിഞ്ഞ് തേങ്ങിക്കൊണ്ട് പറഞ്ഞു. സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു എനിക്കെന്റെ ഭാര്യയുടെ വാക്കുകൾ. അന്ന് ആദ്യമായി ആ നിമിഷം എന്റെ കൈ എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് പതിഞ്ഞു. ഇനിമേൽ അവളെ അങ്ങനെയെങ്ങാനും വിളിച്ചാൽ കൊല്ലും നിന്നെ ഞാൻ. ഭാര്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. റെജില മോളും കരയാൻ തുടങ്ങി. കുഞ്ഞാക്കന്റെ മോൾ വിഷമിക്കണ്ട, കുഞ്ഞാക്ക ഉണ്ടാക്ക വെള്ളം. മോള് പോയി ഒരുങ്ങി നിൽക്ക്, ചെല്ല്. ഞാൻ അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു. പൊട്ടിയ ഗ്ലാസുകൾ പെറുക്കും നേരം ഉമ്മ എന്റെ അടുക്കൽ വന്നിരുന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മോനെ, നിന്റെ ഉപ്പ ഇതുവരെ ഒരു തവണ പോലും എന്റെ നേർക്ക് കൈ ഓങ്ങിയിട്ടില്ല. ആ വാപ്പാന്റെ മോനാ നീ. ഇനി ഒരിക്കൽ പോലും ഇത് ആവർത്തിക്കരുത്. പോയി അവളെ ആശ്വസിപ്പിക്കേ. വെള്ളം ഞാൻ ഉണ്ടാക്കിക്കോളാം. അവളെ ആശ്വസിപ്പിക്കാനായി ഞാൻ റൂമിലേക്ക് നടക്കുന്നേരം എന്റെ മനസ്സിൽ അവളെ തല്ലിയ കുറ്റബോധമായിരുന്നില്ല, മറിച്ച് എന്റെ ഭാര്യയുടെ കണ്ണുപൊട്ടത്തിയെന്ന വിളി എന്റെ പെങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചുണ്ടാവുമെന്ന ചിന്തയായിരുന്നു. ഞാൻ റൂമിലേക്ക് കടന്നു ചെല്ലുന്നേരം അവൾ ബെഡിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. ഞാൻ പതുക്കെ അവളുടെ അടുക്കൽ ചെന്നിരുന്ന് അവളെ വിളിച്ചു. സുഹറ. അവളൊന്നും മിണ്ടാതെ
തലയണ മുഖത്തേക്ക് വലിച്ചടുപ്പിച്ച് തേങ്ങാൻ തുടങ്ങി. സുഹറ, ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയതെന്ന് നിനക്കറിയോ? ഇല്ല, നിനക്കറിയില്ല. നിനക്കൊന്നുമല്ല, ആർക്കും അറിയില്ല. വർഷങ്ങളായി ഞാനും ഉമ്മയും റെജിലയും നെഞ്ചിലൊളിപ്പിച്ച് നടക്കുന്ന വേദനയാണത്. ഇനി നീയും കൂടെ അറിഞ്ഞേ തീരൂ. നിനക്ക് അവളോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്കറിയാം. അസൂയ. നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടുണ്ടാവുന്ന അസൂയ. ഞാൻ അവളെ അമിതമായി സ്നേഹിക്കുന്നു എന്ന നിന്റെ തോന്നൽ. അതിനിടയിൽ നിന്നെ ഞാൻ മറക്കുന്നു എന്ന ചിന്തയല്ലേ എല്ലാം. ഇത് കേട്ടുകഴിഞ്ഞാൽ ശരിയാകും. എന്നാലൂക്ക എന്നെ തല്ലിയില്ലേ എന്ന് ചോദിച്ച് അവൾ കിടക്കയിൽ നിന്നും എണീറ്റ് എന്റെ തോളിലേക്ക് ചേർന്നിരുന്നു. ഞാൻ തുടർന്നു. നീ ഇന്ന് കാണുന്ന ഞാനായിരുന്നില്ല. നീ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കരഞ്ഞിരുന്ന ഒരു ബാല്യമുണ്ടായിരുന്നു എനിക്ക്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം. പുത്തനുടുപ്പ് മണിഞ്ഞ് അത്തർ പൂശി വീടിന്റെ മുന്നിലെ വഴിയിലൂടെ പെരുന്നാളിന് പള്ളിയിൽ പോരുന്ന കൂട്ടുകാരെ നോക്കി നഖം കടിച്ച് നാണത്തോടെ പുഞ്ചിരി തൂകിയിരുന്ന ഒരു ഇന്നലെയുണ്ടായിരുന്നു എനിക്ക്. അന്നത്തെ ആ പെരുന്നാൾ ദിവസം, എന്റെ ജീവിതത്തിലെ ആ നശിച്ച ദിവസം, അയൽവീട്ടിലെ അടുക്കളയിൽ നിന്നും ഇറച്ചി വേവുന്ന മണമടിച്ച് ഇറച്ചി വേണമെന്ന് വാശി പിടിച്ച് നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന റെജിലാനെ ആശ്വസിപ്പിക്കാൻ എന്റെ ഉമ്മ അന്ന് ഒരു യാചകിയെപ്പോലെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു പാത്രവുമായി കണ്ണുനീർ തുടച്ച് നടന്നകലുന്നതും നോക്കി നിന്നിട്ടുണ്ട് ഞാൻ കൊതിയോടെ. ഉമ്മച്ചി ഇറച്ചിയുമായി ഇപ്പൊ വരുമെന്ന പ്രതീക്ഷയോടെ. വന്നു, എന്റെ പൊന്നുമ്മ വന്നു. നിറഞ്ഞ കണ്ണും കാലിയായ പാത്രവുമായി ഉമ്മാന്റെ കയ്യിൽ നിന്നും പാത്രത്തിൽ ഇറച്ചിയുണ്ടാവുമെന്ന് കരുതി പുഞ്ചിരി കൊണ്ട് എന്റെ റെജീല ആ പാത്രം വാങ്ങി നോക്കി. അതിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങുമ്പോഴേക്കും ഞങ്ങളെ മാറോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞു, ഉമ്മാന്റെ ഈ പൊന്നുമക്കൾക്ക് ഉമ്മ ബലിപെരുന്നാക്ക് വയറ് നിറച്ച് വാങ്ങിത്തരാട്ടോ. പക്ഷേ ഞാനും റജീലയും ഇപ്പത്തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. ഉമ്മ പലതും ഞങ്ങളോട് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ ഞങ്ങൾ അതൊന്നും ചെവി കൊണ്ടില്ല. ഞാൻ ആ ദേഷ്യത്തിൽ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി. ദേഷ്യം വന്ന ഉമ്മ ഒരു വടിയെടുത്ത് എന്നെ തല്ലാവുന്നത് കണ്ട് ഞാൻ ഞൊടിയിടയിൽ ഒഴിഞ്ഞു മാറി. വടി നേരെ ചെന്ന് കൊണ്ടത് കരഞ്ഞുകൊണ്ടിരുന്ന എന്റെ റെജീലയുടെ വലതു കണ്ണിൽ. ഒപ്പം റെജീലയുടെയും ഉമ്മയുടെയും നിലവിളി ഉയർന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കുടുംബക്കാരുടെ മുന്നിൽ കൈനീട്ടിയും ഉമ്മച്ചിയോളെ പല ആശുപത്രികളിലും കാണിച്ചു. ഒരു രക്ഷയുമുണ്ടായില്ല. അവളുടെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി. കാലം കടന്നുപോയി. ഞാനും അവളുമെല്ലാം വളർന്നു. ഞാൻ ഈ കാണുന്നതെല്ലാം നേടിയെടുത്തു. എന്നിട്ടും എനിക്ക് ഞാൻ കാരണം നഷ്ടമായ എന്റെ പെങ്ങളുടെ കാഴ്ച തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. കാണിക്കാത്ത ഡോക്ടർമാരില്ല, കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. എല്ലായിടത്തും നിരാശ മാത്രമായിരുന്നു. അതിനിടയിൽ അവളുടെ മാത്രം നിർബന്ധപ്രകാരം നിന്നെ ഞാൻ കല്യാണം കഴിച്ചു. ഇനി അവൾക്ക് നല്ലൊരു ജീവിതം എനിക്ക് നേടിക്കൊടുക്കണം. അത് എന്റെ കടമയാണ്. അതിനും കൂടെ എനിക്ക് കഴിയാതെ പോയാൽ എന്റെ ജീവിതം പരാജയമാണ്. എന്നോട് ക്ഷമിക്കുക. ഭാര്യ എന്റെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് വിരിപ്പിക്കൊണ്ട് പറഞ്ഞു. സലാമേ. പുറത്തുനിന്നും സുലൈമാൻക്കയുടെ വിളി കേട്ട് ഞാൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എണീറ്റു. സുലൈമാൻക്ക വന്നെന്ന് തോന്നുന്നു. വേഗം കണ്ണു തുടച്ച് റെജീലാന്റെ അടുത്തേക്ക് ചെല്ല് എന്ന് ഭാര്യയോട് പറഞ്ഞ് ഞാൻ ഉമ്മറത്തേക്ക് ചെന്നു. സുലൈമാൻക്കയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും കൂടെ 2 മുതിർന്ന ആളുകളും പുറത്ത് നിൽക്കുന്നത് കണ്ട് ഞാൻ അവരോട് വേഗം കയറിയിരിക്കാൻ പറഞ്ഞു. ഉമ്മറത്തേക്ക് കയറിയിരുന്ന സുലൈമാൻക്ക അവരോട് എന്നെയും എനിക്ക് അവരെയും പരിചയപ്പെടുത്തുമ്പോഴേക്കും എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. നല്ല മൊഞ്ചുള്ള ചെക്കൻ. ഇവനെങ്ങനെ ഒറ്റക്കണ്ണുള്ള എന്റെ പെങ്ങളെ ഇഷ്ടമാവും? അംഗവൈകല്യമുള്ള എത്രയോ ആളുകൾ അവളെ കാണാൻ വന്നു. അവർക്ക് ചോദിക്കുന്ന പണവും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർക്കിഷ്ടമായില്ലെന്ന് പറഞ്ഞുപോയി. ആ സ്ഥാനത്ത് പിന്നെ എങ്ങനെയാ ഒരു കുഴപ്പമില്ലാത്ത സുന്ദരനായ ഈ ചെറുപ്പക്കാരന് പറ്റുക? എന്നാ കുട്ടിയെ വിളിക്കുകയും എന്ന് സുലൈമാൻഖാന്റെ വിളിക്ക് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നു. മോളെ റെജില, ഇങ്ങ് വാ. ഞാൻ അവളെ വിളിക്കുന്നേരം എന്റെ മനസ്സൊന്ന് വല്ലാതെ പിടച്ചു. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന അവൾ ഇവനെ കാണുന്ന സമയത്ത് എന്റെ കുട്ടിയുടെ മനസ്സ് വേദനിക്കില്ലേ? കയ്യിൽ അവർക്ക് കൊടുക്കാനുള്ള വെള്ളവുമായി എന്റെ പെങ്ങൾ പതുക്കെ അവരുടെ മുന്നിലേക്ക് വന്നു. അവിടെ ഇരുന്നിരുന്ന ഓരോരുത്തർക്കും വെള്ളം കുടിക്കാൻ കൊടുത്ത് തിരിച്ചു നടക്കുന്നേരം കൂട്ടത്തിലെ ആ സുന്ദരനായ ചെറുപ്പക്കാരൻ ചോദിച്ചു, റെജീല എന്നാണല്ലേ പേര്? റെജീല മുഹമ്മദ്, അതാണ് എന്റെ പേര്. മുഹമ്മദ് എന്റെ ഉപ്പാന്റെ പേരാണ്. അവൾ അകത്തേക്ക് പോയി. ചെക്കനും കൂട്ടരും എണീറ്റു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, കാര്യങ്ങളെല്ലാം സുലൈമാനോട് പറയാം. പയ്യന്റെ ഉപ്പ എന്നോട് കൈ പിടിച്ചു പറഞ്ഞ് പടിയിറങ്ങി. അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്ന മട്ടിലുള്ള നിരാശ ഉമ്മാന്റെ മുഖത്തും കണ്ടു. റെജീല മോളെ ആശ്വസിപ്പിക്കാനായി ഞാൻ അവളുടെ റൂമിലേക്ക് കടന്നു ചെല്ലുന്ന നേരത്ത് എന്റെ ഭാര്യ സുഹറ
അവളോട് മാപ്പ് പറയുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ ഞാൻ തിരിച്ചു വന്ന് സിറ്റൗട്ടിൽ കസാരയിലിരിക്കുന്ന സമയത്ത് ഫോൺ കീശയിൽ നിന്ന് റിങ് ചെയ്തു. വെപ്രാളത്തോടു കൂടി ഫോണെടുത്ത നേരം സുലൈമാൻ ഖാന്റെ അൽഹംദുലില്ലാ എന്ന ശബ്ദം മുഴങ്ങി. സലാമേ, അന്റെ പെങ്ങള് ഭാഗ്യമുള്ളോളാ. അവർക്ക് കുട്ടിയെ ഇഷ്ടായിക്കണു. അവർക്ക് സ്വത്തോ പണമോ ഒന്നും വേണ്ട, കുട്ടിയെ മാത്രം മതി. മനസ്സിൽ ബലിപെരുന്നാളിന്റെ തക്ബീർ മുഴങ്ങി. ആഹ്ലാദത്തിൻ തിരമാലകൾ അലതല്ലി. അൽഹംദുലില്ലാ, അവസാനം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പക്ഷേ സലാമേ, സുലൈമാൻ ഖാൻ തുടർന്നു. എന്താക്ക, എന്തെങ്കിലും പ്രശ്നം? ഏയ് ഒന്നുമില്ല. അവർക്ക് നിങ്ങളെപ്പോലെ പണവും പത്രാസൊന്നുമില്ല. ചെക്കന് കൂലിപ്പണിയാ. കാ, ഞാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? പണവും പത്രാസവും എല്ലാം ഉണ്ടാക്കിയാലാ ഉണ്ടാവുന്നതല്ലേ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള ആ നന്മ നിറഞ്ഞ മനസ്സുണ്ടല്ലോ, അത് ഉണ്ടാക്കിയാൽ ഉണ്ടാവൂല. അങ്ങനെ ചെക്കനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കഴിഞ്ഞ് അവർ തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തി. എന്റെ മനസ്സിലെ ആ കഠിന ഭാരം ഞാൻ ഇറക്കി വെച്ചു. അങ്ങനെ അവൾ ഒരു കുഞ്ഞിന്റെ ഉമ്മയായി. അവളുടെ പുതിയാപ്പിളക്ക് ഗൾഫിൽ ഞാനൊരു ജോലി ശരിയാക്കി കൊടുത്തു. ഇന്നവർ സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. ആ സന്തോഷത്തിൽ ഞാനും ജീവിക്കുന്നു. ഇനി ഞാൻ ഈ ഓർമ്മയുടെ പുസ്തകം അടക്കട്ടെ, ഇനി ഒരിക്കലും തുറക്കാതിരിക്കാൻ. എല്ലാം കേട്ടുനിന്ന റെജില തേങ്ങിക്കൊണ്ട് പറഞ്ഞു, ഈ കഥ പൂർണ്ണമായില്ലല്ലോ കുഞ്ഞാക്ക. അന്ന് എന്റെ ആദ്യ ഓപ്പറേഷൻ നടന്ന ആ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിനു മുന്നിൽ ആശുപത്രി വരാന്തയിലൂടെ എന്നെയും തോളിലിട്ട് അന്ന് ഇത്തിരി പോന്ന എന്റെ ഇക്കാക്കാനെ ഞാൻ മറന്നെന്ന് കരുതിയോ? എന്നോട് കരയല്ല മോളെ എന്ന് പറഞ്ഞ് നിർത്താതെ കരഞ്ഞ ഇക്കാക്കാനെ ഞാൻ മറക്കുമോ? എന്റെ കണ്ണ് അവൾക്ക് കൊടുക്ക് ഡോക്ടറെ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞ ഇക്കാക്ക ഇതിൽ എവിടെ പോയി? എന്റെ കണ്ണ് ഇനി ശരിയാവില്ലെന്ന് വിധിയെഴുതിയ ഡോക്ടറെ നോക്കി അങ്ങനെ പറയല്ല ഡോക്ടറെ എന്ന് കെഞ്ചി പറഞ്ഞ എന്റെ ഇക്കാക്ക സ്കൂളിൽ എന്നെ കണ്ണു പൊട്ടത്തിയെന്ന് വിളിച്ചവരോടെല്ലാം പോയി അടിയുണ്ടാക്കിയിരുന്ന എന്റെ ഇക്കാക്ക എനിക്ക് നഷ്ടമായ ഒരു കണ്ണിനു പകരം ഇക്കാക്കാന്റെ 2 കണ്ണും എനിക്ക് വെളിച്ചമേകി. കൂട്ടുകാരികളെല്ലാം അവരുടെ കല്യാണത്തിന് ക്ഷണിക്കുമ്പോഴും എനിക്കൊരു കല്യാണമേ വിധിച്ചിട്ടില്ലെന്ന് കരുതിയ എനിക്ക് എന്റെ പൊന്നിക്കാക്ക അവസാനം സ്വർഗത്തിൽ നിന്ന് ഒരു രാജകുമാരനെ തന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത, അന്നേ വരെ ഈ നാട് കണ്ടിട്ടില്ലാത്ത അത്രയും ആർഭാടമായ കല്യാണം. പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളുടെയും നേതാക്കളുടെയുമെല്ലാം സാന്നിധ്യത്തിൽ എന്റെ വിവാഹം നടന്നു. ഒന്നും വേണ്ടെന്ന് തീർത്തു പറഞ്ഞ എന്റെ ഭർത്താവിന് സമ്പാദിച്ച് കൂട്ടിയതെല്ലാം വാരിക്കൂരി കൊടുത്തു. സുലൈമാൻ ഖാൻ പറഞ്ഞത് ശരിയാ, ഞാൻ ഭാഗ്യവതിയാ. ഇങ്ങനെയൊരു കുഞ്ഞാക്കയെ കിട്ടിയ ഭാഗ്യവതിയായ പെങ്ങൾ. തേങ്ങിക്കൊണ്ട് അവൾ എന്റെ മാറിലേക്ക് ചാഞ്ഞു. 4 ചുമർക്കെട്ടിനുള്ളിലെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നും റെജിലെ പോലുള്ള അംഗവൈകല്യമുള്ള പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശം പരത്താൻ റെജിലയെ കല്യാണം കഴിച്ച ആ യുവാവിനെ പോലെ അനേകായിരം യുവാക്കൾ നമ്മുടെ ഇടയിൽ നിന്നും പിറവിയെടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. ഇഷാം പട്ടാമ്പി എഴുതിയ കുഞ്ഞാക്കയുടെ കുഞ്ഞുപെങ്ങൾ എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ. സമർപ്പണം ഇശൽ ഫേസ്ബുക്ക്.